വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ രാഘവൻ നായരെയും കൂട്ടിക്കൊണ്ട് ശിവനാണെങ്കിൽ അവിടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ബുള്ളറ്റിനൊക്കെ ശിവൻ പിടിച്ചിറക്കുകയാണ്. എന്നിട്ട് മറത്തേക്ക് കൊണ്ട് ചെല്ലുമ്പോൾ പൊന്നി വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി കുഞ്ഞെ വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ്. രാഘവ സാറ് വന്നു എന്നും പറഞ്ഞു. തുടർന്ന് രാഘവൻ നായരെ പിടിച്ച് കസേരയിലേക്ക് ഇരുത്തുന്നുണ്ട്. അന്നേരം അച്ഛൻ ഇത് എവിടെ പോയത്, രാത്രി ആരോടും പറയാതെ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് എൻ്റെ ഭാര്യയെ കാണണമെന്ന് തോന്നി, എനിക്ക് പിന്നെ കാണണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് പറഞ്ഞിട്ട് പോയിക്കൂടെ എല്ലാവരെയും ആദ്യം പിടിപ്പിക്കാനായിട്ട് എന്നിങ്ങനെ ശാലിനിക്ക് ചെറിയൊരു ദേഷ്യവും വരുന്നുണ്ട്. അന്നേരം എനിക്ക് അവളെ കാണണമെന്ന് തോന്നി, എനിക്ക് കാണണം, പിന്നെ വയസ്സായെന്നേ ഉള്ളൂ, ഞങ്ങൾ തമ്മിൽ സ്നേഹമൊന്നും കുറഞ്ഞിട്ടില്ല, നിനക്ക് ഇവനെ കാണാതിരിക്കാനായിട്ട് പറ്റുമോ എന്നിങ്ങനെ ശിവനെ ചൂണ്ടിയിട്ട് ചോദിക്കുകയാണ്. അന്നേരം ശിവനും ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. പറ്റില്ലല്ലോ, അതുപോലെ തന്നെയാണ് ഞങ്ങളും, അതുകൊണ്ട് നാളെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും പോകുന്നതിന് ചെയ്യും, പിന്നെ പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. തുടർന്നാണെങ്കിൽ ശിവൻ പറയുന്നുണ്ട്, എന്തെങ്കിലും അച്ഛാ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയുകയാണ്. അന്നേരം ഈ പാതിരാത്രി നീ എവിടെ പോണ്, പിന്നെ പഴയതുപോലെ നിന്നെ കാണാറൊന്നുമില്ലല്ലോ, മറ്റേത് നിനക്ക് അച്ഛനോട് ഇരിക്കാനും വർത്താനം പറയാനും ഒക്കെ സമയമുണ്ടായിരുന്നു, ഇപ്പം നിന്നെ നീ തോന്നുന്ന വഴിക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ശാലിനിയോട് പറയുകയാണ്, ദൈവനെ വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുക, പിന്നെ ഇവൻ ഇങ്ങനെ രാത്രിയൊക്കെ ഇറങ്ങി നടക്കുന്നത് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, അതുകൊണ്ട് അങ്ങനെയൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ശിവൻ പറയുകയാണ്, എനിക്ക് പൈസ വാങ്ങിക്കാനായിട്ട് പോകണം, അപ്പോൾ അവർ പറയുന്ന സമയത്ത് ചെന്നാലേ അത് കിട്ടുകയുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ആ രാത്രിയുള്ള പിരിവുള്ള ആ പൈസയും നമുക്ക് വേണ്ട, നീ ഇവിടെ എങ്ങാനും നിൽക്കുക എന്ന് പറഞ്ഞിട്ട് രാഘവൻ നേരം പതുക്കെ എഴുന്നേൽക്കണം. അന്നേരം ശിവൻ പിടിക്കുന്നുണ്ട്, ശാലിനിയും പിടിക്കുകയാണ്. എന്നിട്ട് ഇനി ഞാൻ അല്പം കിടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ റൂമിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് എന്നിട്ട് ശിവനാണെങ്കിൽ ഇങ്ങനെ ശാലിനിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പൊന്നി ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. അന്നേരം ശാലിനി പൊന്നിയെ നോക്കുമ്പോൾ പൊന്നി അങ്ങ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ശാലിനി പെട്ടെന്ന് സോറി എന്ന് പറയുകയാണ്. അന്നേരം എന്തിനും ചോദിക്കുമ്പോൾ രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിപ്പിച്ചതിന് എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ ഞാൻ എൻ്റെ കടമയായിട്ടേ കണ്ടിട്ടുള്ളൂ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആവശ്യം വന്നാൽ ഞാനല്ലാതെ പിന്നെ ആരാണ് പോകാറുള്ളത്, അതുപോലെ ഞാനും കണ്ടിട്ടുള്ളൂ, ഇവിടെയുള്ളവരെല്ലാം എൻ്റെ സ്വന്തമാണെന്നാണ് ഞാൻ കരുതുന്നത്, സത്യയും പപ്പി ഇത് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്, സത്യയും പപ്പി എൻ്റെ സ്വന്തമാണ് എന്നിങ്ങനെ പറയാം, അത്രയും ഞാൻ കരുതിയിട്ടുള്ളൂ എന്ന് പറയുകയാണ്. എന്തായാലും എന്നെ വിളിച്ചല്ലോ, ഒരു അന്യനായിട്ട് കരുതിയില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ശിവനങ്ങോട്ട് തിരിക്കുകയാണ്. അന്നേരം ശാലിനി സംസാരമൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് അത് ഇങ്ങനെ ശാലിനി പറയുമ്പോൾ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല വിളിച്ചത് എന്നല്ലേ പറയാൻ വന്നത്, അതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല, എനിക്ക് അധികാരം അവകാശം ഒന്നും വേണ്ട, പക്ഷേ എന്നെ ഒരു ഇവിടുത്തെ ഒരു അംഗമായിട്ട് കണ്ടാൽ മതി, വേറൊന്നും എനിക്ക് വേണ്ട, എന്നെ അംഗീകരിച്ചില്ലെങ്കിലും തള്ളിക്കളയാതിരുന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞിട്ട് ശിവനങ്ങ് ഇറങ്ങുകയാണ്. അന്നേരവും ശാലിനി ഇങ്ങനെ ഇത് കേട്ട് നിൽക്കുകയാണ് ശിവൻ പറയുന്നതൊക്കെ. എന്നിട്ടങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ബുള്ളറ്റിലേക്ക് കയറിയ നേരവും ശിവനിങ്ങനെ ശാലിനിയെ നോക്കുന്നുണ്ട്. അന്നേരം ശാലിനി ശിവൻ സംസാരിച്ചതൊക്കെ ആ ഒരു ഇതിലിങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ശിവൻ നോക്കുമ്പോൾ ശാലിനി അങ്ങ് മുഖം മാറ്റുന്നുണ്ട്, ശിവനങ്ങ് പോകുന്നുണ്ട്. എന്നിട്ട് ശാലിനി ആണെങ്കിൽ അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ശിവൻ എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും ശാലിനിക്ക് മനസ്സിലാവുന്നുമില്ല. തുടർന്ന് പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ അവിടെ കൃഷ്ണൻകുട്ടി വിജയുടെ വീട്ടിലാണെങ്കിൽ രാജീവിൻ്റെ വീട്ടിൽ അമ്മാവൻ ഇങ്ങനെ അകത്തിരുന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെളിയിൽ വന്ന് രാജേന്ദ്രൻ എന്ന് പറയുന്ന ആൾ കൃഷ്ണൻകുട്ടി സാറേ സാറേ എന്നൊക്കെ നീട്ടി വിളിക്കുകയാണ്. അന്നേരം അമ്മാവൻ മഴക്കും പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ ബെല്ല് വെച്ചിട്ടുണ്ട്, അതിലടിക്കണം എന്നൊക്കെ പറയുകയാണ്. അന്നേരം എനിക്ക് സാറിനെ പുറത്തേക്ക് വരുത്തുക, കുറച്ച് ചില്ലറ വാങ്ങുക, പോവുക, അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം എൻ്റെ ഒരു കാശൊന്നുമില്ല, നീ കാര്യം പറഞ്ഞ് കുറേ തവണ എൻ്റെ നിന്ന് വാങ്ങിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ചെറിയൊരു ബഹളം പോലെയൊക്കെ നടക്കുകയാണ്. അന്നേരം എനിക്ക് 500 രൂപ മതി, എൻ്റെ കരളൊക്കെ പോയിരിക്കുകയാണ്, 2-3 ഗുളിക വാങ്ങിക്കണം, അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം നിനക്കത് ചെറിയ തുകയായിരിക്കാം, പക്ഷേ എനിക്കത് വലുതാണ്, നീ പോകാൻ നോക്കെന്ന് പറയുകയാണ്. അന്നേരം ഈ രാജേന്ദ്രൻ പറയുന്നുണ്ട്, പിന്നെ ഞാൻ വന്നത് എൻ്റെ ഭാര്യ ജോലി ചെയ്യുന്ന എവിടെയാണെന്ന് അറിയാമല്ലോ, കുടുംബശ്രീ ഹോട്ടലിലാണ്. അപ്പോൾ ഈ ശാന്തയുടെ ഭർത്താവാണെന്ന് തോന്നുന്നു രാജേന്ദ്രൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അപ്പം വന്ന് പറയാറില്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ അവിടുത്തെ ഇളയ കൊച്ചുണ്ടല്ലോ ആ ശ്യാമ, അവൾക്കാണെങ്കിൽ ആകെ ഭ്രാന്തായിരിക്കുകയാണ്, ആകെ പ്രശ്നമാണ്, ബഹളമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പല വഴിക്കായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം അതൊക്കെ കേൾക്കുമ്പോൾ കൃഷ്ണൻകുട്ടിക്ക് സന്തോഷമാവുന്നുണ്ട്. അന്നേരം നിനക്ക് മരുന്ന് വാങ്ങാൻ എത്ര വേണമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ 500 രൂപ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കൃഷ്ണൻകുട്ടിയാണെങ്കിൽ പോക്കറ്റിൽ നിന്ന് കുറേ പൈസ എടുത്തിട്ട് 100 രൂപ എടുത്ത് കൊടുക്കുകയാണ്. തൽക്കാലം ഇത് മതി വച്ചോ എന്ന് പറയുകയാണ്. ഈ സമയത്ത് അന്നേരം അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നെ അറിയിക്കുമല്ലോ, നമ്മൾ അവിടുത്തെ ആ ശാരികയും കുഞ്ഞും എൻ്റെ മോനൊരു തലവേദനയാകരുത്, അതിനെ ഇങ്ങോട്ടെങ്ങാനും കൊണ്ടുവരാൻ എന്തെങ്കിലും നീക്കം ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറയുക. അന്നേരം അതൊക്കെ ഞാൻ ഏറ്റവും എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ ഗോപാലകൃഷ്ണനാണെങ്കിൽ ഗേറ്റ് കിടന്നകത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണനാണല്ലോ എന്തോ വശപ്പിശകുണ്ടല്ലോ എന്നിങ്ങനെ കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട്. എന്നിട്ട് രാജേന്ദ്രൻ പറയുകയാണ്, രണ്ടുപേരും കൂടി ഒരു വഴിക്ക് ഇറങ്ങണ്ട, നീ ഈ വഴി പോയിക്കോ എന്നും പറഞ്ഞ് ആ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടി രാജേന്ദ്രൻ പറഞ്ഞു വിടുകയാണ്. തുടർന്ന് ഗോപാലകൃഷ്ണനാണെങ്കിൽ അകത്തേക്ക് വരുന്ന ഉമ്മറത്തേക്ക് മുറ്റത്തേക്ക് വരികയാണ്. എന്നിട്ട് ജലലക്ഷ്മി ഇല്ലേന്ന് വിളിക്കുകയാണ്. അന്നേരം എന്താ കാര്യം ചോദിക്കുമ്പോൾ അത് ഞാൻ അവരോട് പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ രാജുവിൻ്റെ അമ്മനാണ്, അവരുടെ ആങ്ങളെയാണ്, ഈ വീട്ടിലെ എന്ത് കാര്യങ്ങളും ഞാനാണ് തീരുമാനിക്കുന്നതെന്ന് പറയുമ്പോൾ അതാണ് ഈ വീടിൻ്റെ ശാപം എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ എടുത്ത വായിലേ പറയുന്നുണ്ട്. അത് ബഹളം കേട്ടുകൊണ്ട് വിജയലക്ഷ്മി ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം എന്താ നിങ്ങൾക്ക് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്കിത്തിരി സമാധാനമാണ് വേണ്ടത്, ഇപ്പോൾ ശാരികയും കുഞ്ഞിനെയും പിന്നെ കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുഞ്ഞിനെ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറയുകയാണ്. അന്നേരം ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞില്ല, ഞങ്ങളുടെ രാജീവിൻ്റെ കുട്ടിയെന്നുള്ളതിന് എന്താ തെളിവ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ
അതെനിക്ക് നിയമപരമായിട്ട് തെളിയിക്കേണ്ടി വരുമെന്ന് പറയുകയാണ്. കോടതി വഴി തെളിയിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തുകയാണെന്ന് ചോദിക്കുമ്പോൾ എങ്കിൽ അങ്ങനെ ഇപ്പോൾ അമ്മയ്ക്ക് നോക്കാൻ പറ്റില്ല, അതുകൊണ്ട് അച്ഛനാണ് നോക്കേണ്ടത്, അച്ഛൻ സ്ഥലത്തില്ല സ്ഥിതിക്ക് അച്ഛൻ വീട്ടുകാരാണ് നോക്കേണ്ടത്. ഇനി നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കുകയാണെങ്കിൽ രാജീവിൻ്റെ സകല സ്വത്തുക്കൾക്കും അവകാശി രാജീവിനെ ശാരീരികം ജനിച്ച ആ കുട്ടി തന്നെയാണ്, അത് ഞാൻ കോടതി വഴി തെളിയിക്കും എന്നൊക്കെ പറയുകയാണ്. അന്നേരം കോടതി വെച്ച് കാണാമെന്നൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. പക്ഷേ വിജയലക്ഷ്മിക്കും പിന്നെ കൃഷ്ണൻകുട്ടിക്ക് കോടതിയിലേക്ക് പോകും അങ്ങനെയൊക്കെ പറയുമ്പോൾ ചെറിയൊരു പേടി തോന്നുന്നുണ്ട്. നിയമപരമായിട്ട് ശാരീരിക ഇതുവരെ വിവാഹമോചനം നേടിയിട്ടില്ലല്ലോ, വേറൊരു പെണ്ണുമായിട്ട് വിദേശത്ത് താമസിക്കുകയല്ലേ, അതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ്, അവനെ അവിടെ നിന്ന് ഇവിടെ വരുത്തും, എന്നിട്ട് ബാക്കി എന്താണെന്ന് തീരുമാനിക്കുക, എന്നെ കൊണ്ട് കഴിയുന്നത്ര ഞാനും ചെയ്യും എന്നൊക്കെ എന്നെ പറയുമ്പോൾ എങ്കിൽ നമുക്ക് കാണാം, കോടതി വെച്ച് കാണാമെന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ കാണാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് ഗോപാലകൃഷ്ണൻ പോകുന്നുണ്ട്. അന്നേരം കൃഷ്ണൻകുട്ടി വിജയലക്ഷ്മിയോട് പറയണം, ഇത് പ്രശ്നമാകുമല്ലോ, ഇച്ചിരി വലിയ പ്രശ്നമാണെന്ന് പറയുമ്പോൾ അവരിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ സത്യഭാമയുടെ വീട്ടിലാണെങ്കിൽ ശാലിനി ഇങ്ങനെ പോകാനൊക്കെ റെഡിയായിട്ട് കുഞ്ഞിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. അന്നേരം കുട്ടികൾ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഓടി വരുന്നുണ്ട് ഇതിനെ കളിപ്പിക്കാനായിട്ട്. അന്നേരം പൊന്നു കുറേ ഭക്ഷണമായിട്ട് വരികയാണ്, ഇതും കൂടി കഴിച്ചതെന്ന് പറയുകയാണ്. അന്നേരം ഞങ്ങൾ കുഞ്ഞിനെ കളിപ്പിക്കട്ടെ എന്ന് പറയുകയാണ്. അന്നേരം ശിവനങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇത് കഴിച്ചിട്ട് റെഡിയായിട്ട് നിൽക്കണം വരുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ താമസിക്കുമെന്ന് പറയുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, കുഞ്ഞിനെ പാലൊക്കെ കൊടുത്ത് നിർത്താം, അപ്പോഴത്തേക്ക് നിങ്ങൾ കളിപ്പിക്കുക, അതിനുശേഷം കഴിക്കുക, അതിനുശേഷം നിങ്ങൾ കളിപ്പിക്കാമല്ലോ, ശിവനങ്ങൾ വരുന്ന സമയമുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അന്നേരം രാഘവൻ നായരാണെങ്കിൽ അവിടെ ഉമ്മറത്താകെ ദേഷ്യത്തിൽ പൊന്നി നീട്ടി അങ്ങോട്ട് വിളിക്കുക. അന്നേരം ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഭക്ഷണം പൊന്നിയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് മുഴുവനും കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പൊന്നി താഴേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ഇതിങ്ങനെ സത്യമാണെങ്കിൽ വാരി കുഞ്ഞിൻ്റെ കൊടുക്കുമ്പോൾ വേണ്ട, കുഞ്ഞ് ചെറുതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് അവിടെ താഴെ പൊന്നിയോട് രാഘവൻ നായർ ദേഷ്യപ്പെടുകയാണ്. പിള്ളേരുടെ വീട്ടിൽ ചെന്നോ, കണ്ടോ എന്നൊക്കെ ചോദിക്കുക, അയാളെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ചെന്നപ്പോൾ വീട്ടിലില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം അയാൾ എങ്ങനെ വരും, അയാൾ വന്നില്ലെങ്കിൽ അത്രയ്ക്ക് ദേഷ്യത്തിലല്ലേ ഇവിടെ നിന്ന് പോയത്, അയാൾ വന്നില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ ദേഷ്യത്തിലാണ്. അന്നേരം ശാലിനി കുഞ്ഞിനെയും കൂടെ താഴേക്ക് വരുന്നുണ്ട്. അന്നേരം പിള്ളച്ചേട്ടൻ വരും വെച്ചാൽ പിള്ളച്ചേട്ടൻ അങ്ങനെ ഈ വീടുമായിട്ട് അത്ര അകന്ന് കഴിയാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം ഭാമയുടെ കാര്യം എങ്ങനെയാണ്, അവളെ ഇറക്കണ്ടേ, അതിനുള്ള വഴിയൊന്നും ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ഇപ്പോൾ അവിടത്തേക്ക് തന്നെയാണ് പോകുന്നത്. അഡ്വക്കേറ്റ് അരുണ കൃഷ്ണമൂർത്തിയാണ് സത്യാമ്മയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത്. എൻ്റെ പരിചയക്കാരി ആയതുകൊണ്ട് പറയുന്നതല്ല, കേസ് പിന്നെ അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഭദ്രമാണെന്നാണ് പറയുന്നത്. കേസ് കേൾക്കുമ്പോൾ തന്നെ ജയപരാജയങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവുണ്ട്. ഒരു ലേഡി ടൈഗർ തന്നെയാണ്, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ പെൺപുലി എന്നിങ്ങനെ പറയുക. അന്നേരം രാഘവൻ നായരും പൊന്നിയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. അതേസമയം അവിടെ കോടതിയിൽ അവിടെ അരുണ കൃഷ്ണമൂർത്തിയുടെ ജൂനിയേഴ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. മാഡത്തെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അന്നേരം ഇപ്പം വരുമെന്നും പറഞ്ഞ് അവർ സംസാരിച്ച് നിൽക്കുമ്പോൾ ഈ വക്കീലാണെങ്കിൽ ഇങ്ങനെ കാറിലെത്തുന്നുണ്ട്. എന്നിട്ട് അവരുടെ ഫയലൊക്കെ നോക്കുന്നുണ്ട്. ഇതിൽ പറയുന്നവരൊക്കെ കൂറുമാറില്ല എന്ന് ഉറപ്പാണെങ്കിലോ അല്ലല്ലോ, എങ്കിൽ മാത്രം എൻ്റെ ഓഫീസിലിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് കോടതിക്കകത്തേക്ക് കയറി പോവുകയാണ്. തുടർന്നാണെങ്കിൽ അവിടെ ശാലിനി രാഘവൻ നായരോട് പറയുന്നുണ്ട്, സത്യമേ ഞാൻ കൊണ്ടുവരും അച്ഛാ എന്നിങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് കുട്ടികൾ റെഡിയായി ബാഗൊക്കെ തൂക്കി ഞങ്ങൾ റെഡിയായി എന്നും പറഞ്ഞ് വരികയാണ്. അന്നേരം തമ്പുരു കിങ്ങിണി എന്നൊക്കെയാണ് ഈ കുഞ്ഞിനെ വിളിക്കുന്നത്. ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ശിവനാണെങ്കിൽ അവിടെ ബുള്ളറ്റിന് എത്തുന്നുണ്ട്. അന്നേരം ശിവനെങ്കിൽ എത്തിയല്ലോ എന്ന് പറയുമ്പോൾ രാഘവൻ നായർ പറയുന്നുണ്ട്, വിഷ്ണു എത്തി ചെല്ലു എന്ന് കുട്ടികളോട് പറയുകയാണ്. അന്നേരം പോയിട്ട് വരട്ടെ വാവേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികൾ ശിവൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ശിവനാണെങ്കിൽ രണ്ട് കുട്ടികൾക്കും മാറി മാറി നെറ്റിയിൽ മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം പോവാ അങ്കിളെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വാവയ്ക്ക് കരച്ചിലുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ചെറുതായിട്ടെന്ന് പറയുമ്പോൾ കരഞ്ഞാലേ കുട്ടികൾ വളരൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പപ്പി പറയുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവുമല്ലേ, അതല്ലേ പപ്പി നമ്മൾ പെട്ടെന്ന് വളർന്നതെന്ന് പറയുകയാണ്. അന്നേരം ശരിയായിരിക്കും എന്നിങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി അച്ഛ ഞാൻ ഇറങ്ങട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് പൊന്നി വാന്ന് വിളിച്ചുകൊണ്ട് പൊന്നിയും കൊണ്ടാണ് പൊന്നി പിന്നാലെ ശാലിനിയുടെ കൂടെ ഇറങ്ങുന്നുണ്ട് കുഞ്ഞിനെ തിരികെ വാങ്ങാനായിട്ട്. എന്നിട്ടാണെങ്കിൽ ശാലിനിയോട് ശിവൻ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിന് കരച്ചിലുണ്ടോ എന്ന്. അന്നേരം കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാനത് അവരോട് പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് പിള്ളയാണെങ്കിൽ ആ പഠിപ്പുര കടന്നിങ്ങനെ വരികയാണ്. പിള്ളച്ചേട്ടൻ വന്നല്ലോ എന്നിങ്ങനെ പൊന്നു പറയുന്നുണ്ട്. അന്നേരം പിള്ള വളരെ വിഷമത്തോടെയൊക്കെ ഇതൊക്കെയാണ് വരുന്നത്. എന്നിട്ട് വന്നിട്ട് ഈ ശാലിനിയെ നോക്കുന്നുണ്ട്, ഈ കുഞ്ഞിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചായല്ലോ പിള്ളച്ചേട്ടൻ കണ്ടിട്ടെന്നിങ്ങനെ ശിവൻ പറയുകയാണ്. അന്നേരം അച്ഛനാണെങ്കിൽ പിള്ളച്ചേട്ടനെ കാണാഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇവിടെ തന്നെ ഉണ്ടാവണം അച്ഛൻ്റെ കൂടെ എന്നിങ്ങനെ പറയുമ്പോൾ തല ഉലുക്കുന്നുണ്ട് പിള്ള, പക്ഷേ ഇച്ചിരി ദേഷ്യത്തിൽ തന്നെയാണ്. തുടർന്നാണെങ്കിൽ എങ്കിൽ ശരി നമുക്ക് പോകാം എന്നിങ്ങനെ പറയുകയാണ് കുട്ടികളാണെങ്കിൽ. അന്നേരം എങ്കിൽ വന്നാട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് കുട്ടികളെയും കൊണ്ട് ശിവനാണെങ്കിൽ ജീപ്പിലേക്ക് കയറ്റിയിരുന്നുണ്ട്. അങ്ങളെ പറപ്പിച്ച് വിട്ടോളണമെന്നൊക്കെ പറയുകയാണ്. അന്നേരം അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് ശിവൻ വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. അന്നേരം പൊന്നി മോളെ ശ്രദ്ധിച്ചോളണേ എന്ന് പറഞ്ഞിട്ട് പൊന്നിയുടെ കയ്യിലേക്ക്
കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുകയാണ്. എന്നിട്ട് ശാലിനിയും കാറിലേക്ക് കയറുന്നുണ്ട്. ശാലിനിയുടെ വണ്ടി ആദ്യം പോകുന്നുണ്ട്, പിന്നീട് ശിവൻ്റെ വണ്ടിയും പോവുകയാണ്. അന്നേരമാണെങ്കിൽ പിള്ളയാണെങ്കിൽ വീണ്ടും ഈ കുഞ്ഞിനെ നോക്കിയിട്ട് പൊന്നിയോട് പറയുകയാണ്, ഈ കുഞ്ഞ് മാരണം തന്നെയാണ്. ഇതുവരെ സത്യാമ്മയും രാഘവസാറും പറയാത്ത കാര്യങ്ങൾ ശാലിനി കുഞ്ഞ് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ ദോഷം തന്നെയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം പിള്ളയ്ക്ക് വീണ്ടും കുഞ്ഞിനോട് ദേഷ്യം തന്നെയാണ്. അന്നേരം പിള്ളച്ചേട്ട വെറുതെ ഓരോന്ന് പറയാതെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രാഘവന്നേരം എവിടെ നിന്ന് ചോദിക്കും, എന്താ അവിടെ കുശിക്കുന്നിട്ട് ഇങ്ങോട്ട് പാടോ എന്നും പറഞ്ഞ് വിളിക്കുകയാണ്. അന്നേരം പിള്ള ചെല്ലുന്നുണ്ട്. അന്നേരം പൊന്നു പറയണം, ഇനിയെങ്കിലും പിള്ളച്ചേട്ടൻ കുഞ്ഞിനെക്കുറിച്ചൊന്നും പറഞ്ഞുണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്താടോ താമസിച്ച് എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് വീട്ടിൽ ചെറിയൊരു അനക്കേട് എന്ന് പറയുമ്പോൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിങ്ങനെ രാഘവൻ നേരെ ഇരിക്കുന്നുണ്ട്. തുടർന്ന് കോടതി മുറിയാണ് കാണിക്കുന്നത്. അവിടെ സത്യഭാമയെ ഒരു പ്രതിക്കൂട്ടിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരു ഇന്ദു കലാധരൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റാണ് ഹാജരാകുന്നുണ്ട്. ശാലിനിയുണ്ട്, ശിവനുണ്ട്, ഈ അനുരാധ കൃഷ്ണമൂർത്തി ഒക്കെ ഉണ്ട്. അന്നേരമാണെങ്കിൽ ഭാമ ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെങ്കിൽ അങ്ങോട്ട് കുറേ വാദമൊക്കെ തുടരുന്നുണ്ട്. ആദ്യമേ ഈ ഓപ്പറേഷൻ കുബേരയെക്കുറിച്ചൊക്കെ പറയുകയാണ്. ഇതിന് സമാനമായ കുറേ കേസുകൾ 2-3 കേസുകൾ ഞാനിവിടെ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അതിൻ്റെ ഫയൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇയാൾ അങ്ങോട്ട് പ്രസംഗിച്ചു തുടങ്ങുകയാണ്. ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഒരു ആത്മഹത്യ ചെയ്ത വിദ്യാഭ്യാസ ലോൺ എടുത്തിരുന്നു. ബാങ്കുകാരൊക്കെ കൈയൊഴിഞ്ഞപ്പോൾ ഒരു വട്ടി പലിശ ബ്ലേഡ് മാഫിയയിൽ നിന്ന് എടുത്തിരുന്നു. പിന്നീട് കൊടുക്കാൻ നിവർത്തിയില്ലാതായി. അപ്പോൾ 4ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടി അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം അതിൻ്റെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടാവില്ലേ എന്നും പറഞ്ഞ് പിന്നെ ഒരു അച്ഛനും അമ്മയും ഒരു മകളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തതിനെ കുറിച്ചൊക്കെ പറയുകയാണ്. അപ്പോൾ പൈസ ഇല്ലാതെ എന്തിനാ കല്യാണം കഴിപ്പിക്കുന്നതെന്നൊക്കെ ആലോചിക്കും. പക്ഷേ അച്ഛനും അമ്മയും മകള് മംഗല്യവതിയായി നിൽക്കണമെന്ന് ആഗ്രഹം കാണില്ലേ. അപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം അതിൻ്റെ കഴുത്തിലും കാതിലുള്ളതൊക്കെ ഊരി വാങ്ങി. എന്നിട്ടും അവരുടേത് അടങ്ങിയില്ല. അവസാനം കൊടുക്കാൻ പലിശയും മുതലും കൂടിയപ്പോൾ അച്ഛനും അമ്മയും ട്രെയിനിന് മുന്നിൽ ആത്മഹത്യ ചെയ്തു. ആ കുട്ടിയാണെങ്കിൽ കാക്കനാട് മെൻ്റൽ ഹോസ്പിറ്റലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ സമാനമായ കുറേ കഥകളൊക്കെ പറയുന്നുണ്ട്. കഥയെല്ലാം നടന്ന സംഭവങ്ങൾ. അന്നേരം ഈ ജഡ്ജി പറയുന്നുണ്ട്, ഇന്ദു കലാധരൻ കം ടു ദ പോയിന്റ് എന്ന് പറയുകയാണ്. അന്നേരം അതേപോലെ തന്നെയാണ് ഇവിടത്തെയും കാര്യം. കുട്ടികൃഷ്ണൻ എന്തിന് ആത്മഹത്യ ചെയ്തു അതിൻ്റെ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ബ്ലേഡ് മാഫിയ സത്യഭാമയെ ഒന്ന് ചോദ്യം വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ഭാമയോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഭാമയുടെ പേരൊക്കെ ചോദിക്കുമ്പോൾ സത്യഭാമ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ കൊല്ലപ്പെട്ട മരണം സംഭവിച്ച കുട്ടികൃഷ്ണൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം പലിശക്കെടുത്തിരുന്നു എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ഭാമ ഇല്ല എന്ന് പറയുകയാണ്. തുടർന്ന് അവരെ പണം തരാതിരുന്നപ്പോൾ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി ചോദിക്കുമ്പോൾ ഇല്ല എന്നിങ്ങനെ ഒരു ഭാവഭേദം ഇല്ലാതെ സത്യഭാമ പറയുകയാണ്. അന്നേരം ശാലിനി ശിവനൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. അന്നേരം ഇത് കള്ളമാണ് പറയുന്നത്, ഇത് പണം വാങ്ങിയിരുന്നു, ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ അനുരാധ അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് അനുരാധയെ അങ്ങോട്ട് പറയാനായിട്ട് ജഡ്ജി അനുവദിക്കുകയാണ്. എന്ന് അനുരാധ പറയുന്നുണ്ട്, എൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെങ്കിൽ കുറേ നേരമായി കൊള്ള പലിശക്കാരെക്കുറിച്ചും പണം പലിശയ്ക്ക് വാങ്ങുന്നതിനെക്കുറിച്ചും കൊടുക്കുന്നതിനെക്കുറിച്ചും ഒക്കെ കുറേ പറയുന്നു. പക്ഷേ എൻ്റെ കക്ഷി സത്യഭാമയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ സത്യഭാമയ്ക്ക് അങ്ങനെ ഒരു ബിസിനസ്സേ ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഒബ്ജക്ഷൻ എന്നും പറഞ്ഞ് ഇന്ദു കലാധരൻ അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. സത്യഭാമ വർഷങ്ങളായിട്ട് ഇങ്ങനെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന എയർപോർട്ടാണ്, അതിവിടെ എല്ലാവർക്കും അറിയുന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും അനുരാധ ഒബ്ജക്ഷൻ പറയുമ്പോൾ അയാളോട് ഇരിക്കാൻ പറയുകയാണ്. വീണ്ടും അനുരാധ പറയാനായിട്ട് ജഡ്ജി പറയുന്നുണ്ട്. അതേസമയം അവിടെ പുറത്താണെങ്കിൽ സോമശേഖരൻ കോടതിയിൽ എത്തിയിട്ടില്ലായിരുന്നു. ഇതിന് മുന്നേ എത്തുന്നുണ്ട്. അന്നേരം അവിടെ കോൺസ്റ്റബിൾമാർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോമശേഖരൻ സാർ എത്തിയില്ലല്ലോ എന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സോമശേഖരൻ വരുന്നുണ്ട്. അന്നേരം സണന്ത താമസിച്ചത് അവിടെ അകത്ത് തുടങ്ങി എന്ന് പറയുകയാണ്. അന്നേരം ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു. ഇനിയിപ്പോൾ ആര് വിറ്റ്നസ് വന്നില്ലെങ്കിൽ പോലും ഇന്ദുല തന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ജയിക്കും, ഇത്തവണ സത്യഭാമയെ പൂട്ടും, എന്തായാലും കയ്യാമം വെച്ച് പിന്നെ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ട് പോവും, അവരുടെ ബാക്കി ജീവിതം ജയിലിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സോമശേഖരത്തേക്ക് വരുന്ന അകത്തെ കോടതി മുറിയിലേക്ക് കയറിയിരിക്കുന്നുണ്ട്. തുടർന്ന് വീണ്ടും അനുരാധ പറയുന്നുണ്ട്, ഒരാൾക്കാണെങ്കിൽ ഒരു കാര്യത്തിലേക്ക് എത്താൻ വേണ്ടി പല മേഖലകളിലൂടെയൊക്കെ സഞ്ചരിച്ചേ എത്തത്തുള്ളൂ, സത്യഭാമയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് മോശമാണെന്നൊക്കെ ഇങ്ങനെ അങ്ങനെ ഒരു തൊഴിലില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ പലഹാരങ്ങൾ അല്ല അതിന് അപ്പോൾ പിന്നെ ഈ ഒബ്ജക്ഷൻ എന്നും പറഞ്ഞ് വീണ്ടും അങ്ങ് പബ്ലിക് പ്രോസിക്യൂട്ടർ എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം അയാളുടെ പറയുകയാണ്. തുടർന്ന് ഇങ്ങനെയൊക്കെയുള്ള പലിശയ്ക്ക് പണമൊക്കെ കൊടുത്ത് നടത്തുന്ന ഇവരെ വിശുദ്ധമാല കെട്ടാനാണ് ഡിഫൻസ് വക്കീൽ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജഡ്ജി വീണ്ടും പറയുന്നുണ്ട്, അയാളോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അനുരാധയോട് വീണ്ടും പ്രൊസീഡ് ചെയ്യാൻ പറയുകയാണ്. തുടർന്ന് അനുരാധ പറയുന്നുണ്ട് സത്യഭാമയെ ഒന്ന് വിസ്തരിക്കാനായിട്ട്. തുടർന്ന് ചോദിക്കുന്നുണ്ട്, പേര് സത്യഭാമ എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താണ് തൊഴിലെന്ന് ചോദിക്കുമ്പോൾ പലഹാര കച്ചവടമാണ്, വീട്ടിൽ പലഹാരങ്ങളും ഉണ്ടാക്കി അടുത്ത കടകളിൽ എല്ലായിടത്തും കൊണ്ട് കൊടുക്കുമെന്നിങ്ങനെ ഭാമ പറയുകയാണ്. അന്നേരം മരുമകൾ കളക്ടറല്ലേ, പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അനുരാധ ചോദിക്കുന്നുണ്ട്. അന്നേരം സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ വീണ്ടും അനുരാധ പറയുകയാണ്, ഇങ്ങനെ പലഹാര കച്ചവടമൊക്കെ നടത്തി ജീവിക്കുന്നവരാണ് കക്ഷിയാണ് എൻ്റെ ഭാമ, അതിൽ
കുട്ടിക്കൃഷ്ണനെ ഇങ്ങനെ ഒരാളുമായിട്ട് മരണമായിട്ട് ബന്ധപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് 2 സാക്ഷികളെ വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് പറയാൻ PW1 PW2 നേരത്തെ ഫയൽ തന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും ഈ വക്കീൽ അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷേ വക്കീലിനെ അവിടെ ഇരുത്തുകയാണ് ജഡ്ജ്. എന്നിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അന്നേരം ആദ്യത്തെ ഒരു സാക്ഷി വിളിക്കുന്നുണ്ട്. ആ ഒരു പഞ്ചായത്ത് സെക്രട്ടറിയാണ് വിളിക്കുന്നത്. വിജയകൃഷ്ണൻ എന്തോ പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ആ സാക്ഷിക്കൂട്ടിലേക്ക് വന്ന് നിൽക്കുകയാണ്. തുടർന്ന് സത്യമൊക്കെ ചെയ്യുന്നുണ്ട്. കോടതി മുമ്പായി സത്യം മാത്രമേ പറയൂ എന്നുള്ളത്. തുടർന്ന് എന്താണ് പേര് നോക്കുമ്പോൾ വിജയൻ നായർ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇവർ ഈ നിൽക്കുന്ന സ്ത്രീ അറിയാൻ ചോദിക്കുമ്പോൾ അറിയാം, സത്യഭാമ എന്നാണ്, ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇവർ ഒരു പലഹാര യൂണിറ്റ് തുടങ്ങാനായിട്ട് മുമ്പൊരിക്കലും എൻ്റെ സഹായം കിട്ടുമെന്നറിയാൻ പഞ്ചായത്തിൽ വന്നിരുന്നു. ഇവരെ അർപ്പണ മനോഭാവവും ഒക്കെ കണ്ടിട്ട് കുടുംബശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവർക്ക് അതിനുള്ള ഫണ്ട് അനുവദിച്ചു കൊടുത്ത ഞാനാണെന്ന് പറയുന്നുണ്ട്. അത് മുമ്പ് നടന്ന ആ സംഭവമാണ്. പണ്ട് ഇവർ വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ടപ്പോൾ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ സത്യഭാമ പലഹാര യൂണിറ്റ് തുടങ്ങാനായിട്ട് പിള്ളയോടൊപ്പം ചേർന്ന് അവിടെ ചെന്നില്ലായിരുന്നു. പിന്നെ സത്യഭാമയുടെ പഞ്ചായത്തിൽ ചെന്നില്ലായിരുന്നു. അപ്പോഴും ആ ഒരു കുടുംബശ്രീയുടെ പദ്ധതി ഉൾപ്പെടുത്തി അയാൾ കൊടുത്തില്ലേ, അതിൻ്റേതാണ് ആ ഒരു സീനൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട്. എന്നിട്ട് അപ്പോൾ അതിനുശേഷം പിന്നെ വേറൊരാളെ സാക്ഷിയായിട്ട് വിളിക്കുന്നുണ്ട്. അയാളുടെ പേരും പറയുന്നുണ്ട്. അന്നേരം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ കൊച്ചു വീടിൻ്റെ പേരിലൊരു ആഡിറ്റോറിയം ആണെന്ന് പറയുന്നുണ്ട്. അന്നേരം അനുരാധ ഇങ്ങനെ കൊച്ചു വീട് എന്ന് ചോദിക്കുമ്പോൾ അത് കുടുംബ പേരാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇവരെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ അതെ, മുൻപൊരിക്കൽ 1 വർഷം മുന്നേ ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചൊരു ഫംഗ്ഷൻ ഫുഡ് ഫെസ്റ്റിവൽ നടത്തിയിരുന്നു, അതിൽ 1ാം സമ്മാനം കിട്ടിയത് ഇവർക്കാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അത് 1 വർഷം മുമ്പല്ലേ, ഇത്ര നാളായിട്ട് ഓർത്തിരിക്കാൻ കാരണം എന്നിങ്ങനെ അനുരാധ ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞ ദിവസമാണ്, അന്നത്തെ ആ ഫോട്ടോയൊക്കെ കിട്ടിയിരുന്നു, അപ്പോൾ അത് ഫ്രെയിം ചെയ്ത് വെക്കാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഓർമ്മയുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുരാധ അവരോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് ആ 2 കാര്യങ്ങളുടെ പഞ്ചായത്തിൻ്റെ രേഖകളും ഈ ഫുഡ് ഫെസ്റ്റിവലിൽ നടത്തിയ ഭാമയ്ക്ക് കിട്ടിയ എല്ലാ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ അവിടെ ഹാജരാക്കുകയാണ്. അന്നേരം ഇത്രയ്ക്കും ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നവരെ ഈ ഒരു മരണമായിട്ട് ബന്ധപ്പെടുന്നത് മോശമാണ് എന്നൊക്കെ പറഞ്ഞ് ഡിഫൻസ് വക്കീലിനെതിരെ കുറേ വാദിക്കുന്നുണ്ട്. അന്നേരവും ആ വക്കീൽ അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ് ഒബ്ജക്ഷൻ എന്നും പറഞ്ഞിട്ട്. പക്ഷേ ഒബ്ജക്ഷൻ അനുവദിക്കുന്നില്ല. വീണ്ടും അനുരാധയോട് തന്നെ പറയാനായിട്ട് അനുവദിക്കുകയാണ്. തുടർന്ന് അനുരാധ ഇത് ഭാമയുടെ നിരപരാധിത്വമൊക്കെയാണ്, ഇത് ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ വാദിക്കുമ്പോൾ വാദിഭാഗം വക്കീലിന് എന്തെങ്കിലും പറയാനുണ്ടോ ജഡ്ജി ചോദിക്കുകയാണ്. അന്നേരം ഈ ഇന്ദു കലാധരൻ അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. തുടർന്ന് ഈ പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നുണ്ട്, ഇതിവിടെ നടക്കുന്നതൊക്കെ സത്യഭാമയെ വെറുതെ മല കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്, വെറും പച്ചക്കള്ളങ്ങളാണ്, പച്ച മലയാളത്തിൽ പറഞ്ഞ ആടിനെ നായയാക്കുക എന്നൊരു പ്രയോഗമാണ് ഇവിടെ ഓർമ്മ വരുന്നത്, അതുകൊണ്ട് എനിക്ക് മറ്റൊരു സാക്ഷിയെ വിസ്തരിക്കാനായിട്ട് അനുവദിക്കണമെന്ന് പറയുമ്പോൾ അത് പ്രൊസീഡ് ചെയ്യാൻ പറയുന്നുണ്ട്. തുടർന്ന് അങ്ങനെ ഭാമയൊക്കെ ഇനി ശ്രദ്ധിക്കുകയാണ് ആരാണ് എന്നുള്ളത്. തുടർന്ന് അവിടെ സോമശേഖരനെയാണ് വിളിക്കുന്നത്. സോമശേഖരൻ ആ സാക്ഷിക്കൂട്ടിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം ശിവനൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുകയാണ്. പക്ഷേ ഭാമയ്ക്കും ശാലിനിക്കും ഒന്നും യാതൊരു ഭാവഭേദവും ഇല്ലാതെ നിൽക്കുകയാണ്. തുടർന്ന് ഡിഫൻസ് വക്കീൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെങ്കിൽ ഇങ്ങനെ സോമശേഖരനെ ചോദിക്കുന്നുണ്ട്. അന്നേരം പിന്നെ സോമശേഖരൻ പേരൊക്കെ പറയും, സത്യമൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ഈ നിൽക്കുന്ന സ്ത്രീ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അറിയാം, ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പണം പലിശയ്ക്ക് വാങ്ങിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം എത്ര രൂപ വാങ്ങിച്ചു എന്ന് ചോദിക്കുമ്പോൾ 40,000 എന്ന് പറയുന്നുണ്ട്. എത്ര കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ 10,000 എന്ന് പറയുകയാണ്. അന്നേരം ബാക്കി കൊടുക്കാത്തത് എന്തെന്ന് ചോദിക്കുമ്പോൾ അത് കൊള്ള പലിശയാണ് വാങ്ങിക്കുന്നത്, സാവകാശം തന്നെ കൊടുത്ത് തീർക്കാമായിരുന്നു, പക്ഷേ അതിനൊന്നും ഒരു സമ്മതിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ജഡ്ജി ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് അനുരാധയാണെങ്കിൽ ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞ് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, പിന്നെ എനിക്ക് കൂടി ചോദിക്കാനുള്ള തരണമെന്ന് പറയുമ്പോഴത്തേക്ക് അത് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അനുരാധ പറയുന്നുണ്ട്, സത്യം വദ ധർമ്മം ചെയ്ത എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞിട്ട് അന്വേഷണം ഉദ്യോഗസ്ഥൻ തന്നെ ഇങ്ങനെ എൻ്റെ കക്ഷിയെ സ്വയം കൊള്ളപ്പലിശക്കാരിയാക്കി ചിത്രീകരിക്കാൻ ഇറങ്ങി തിരിച്ചാൽ പിന്നെ എന്താണ് ചെയ്യുക? ഇപ്പോൾ പണം വാങ്ങിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ അതിന് തെളിവൊന്നുമില്ലല്ലോ എന്നുണ്ട്. അയാളോടും ചോദിക്കുന്നുണ്ട്, എത്ര രൂപ വാങ്ങി എത്ര രൂപ കൊടുത്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം കണക്കൊക്കെ പറയുകയാണ്. അന്നേരം ഈ വാങ്ങിയതിന് തെളിവ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഇല്ല എന്ന് പറയും. കൊടുത്തതിന് തെളിവ് വല്ലതും ഉണ്ടോ, UPയോ അക്കൗണ്ടിലേക്ക് ഇടുക എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതും ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം അനുരാധ പറയുന്നുണ്ട്, ഇതിൽ നിന്ന് മനസ്സിലാവില്ലേ ഇവരെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്, മനഃപൂർവ്വം വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി എൻ്റെ കക്ഷി ഇതിലേക്ക് വലിച്ചയക്കുകയാണ് ഉണ്ടായത്, പണമിടപാട് നടത്തിയതിന് യാതൊരു തെളിവുമില്ല, ഉള്ളത് കൈരേഖ മാത്രം, അതാണെങ്കിൽ കോടതി സ്വീകരിക്കത്തുമില്ല. പക്ഷേ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനും പിന്നെ വാദിഭാഗം വക്കീലും ഒന്നും ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങൾ ഞാനിവിടെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ അവിടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഈ മരിച്ച കുട്ടികൃഷ്ണനാണെങ്കിൽ നിരവധി ലോൺ ആപ്പുകളിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ടുണ്ട്, അടവ് മുടങ്ങിയപ്പോൾ അവരവരുടെ തനിക്കുണം കാണിച്ചു, അങ്ങനെ എന്താണ് അതൊരു ആത്മഹത്യയിലേക്ക് മാറ്റിയത്, അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഞാനവിടെ വെച്ചിട്ടുണ്ട്, ഇത് ഒരു കുട്ടികൃഷ്ണൻ്റെ കഥയല്ല, ഉള്ള ഒരുപാട് കുട്ടികൃഷ്ണന്മാരുടെ കഥയാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഫയൽ ജഡ്ജിയുടെ മേശപ്പുറത്തേക്ക് എത്തുകയാണ്. അന്നേരം അതൊക്കെ പരിശോധിക്കുന്നുണ്ട് ജഡ്ജ്. എന്നിട്ട് പറയുകയാണ്, കുട്ടികൃഷ്ണൻ്റെ അടുത്ത് തന്നെ ഫോട്ടോയൊക്കെ അവിടെ ഉണ്ട്, അപ്പോൾ ഇതൊക്കെ കാരണം
കാരണമാണ് അവരവിടെ തന്നെ കാണിച്ചു തുടങ്ങിയപ്പോൾ അതൊക്കെ കാരണമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. അല്ലാതെ നിരപരാധി എൻ്റെ കക്ഷി ഇങ്ങനെ വ്യക്തിവൈരാഗ്യം തീർക്കാനായിട്ട് നോക്കുകയാണ്, അതുകൊണ്ട് ജാമ്യം നൽകണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സോമശേഖരനും ഒന്നും പറയാതെ ഡിഫൻസ് വക്കീലൊക്കെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് പിന്നെ അനുരാധ പോയിരിക്കുന്നുണ്ട്. തുടർന്ന് ജഡ്ജി ഇതെല്ലാം പരിശോധിക്കുകയാണ്. ഭാമയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് ശിവനും ശാലിനിയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്, ഭാമയ്ക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നറിയാനായിട്ട്. ഇത്രയുമേ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ സത്യഭാമ മൂലമായിരിക്കണം കുട്ടിക്കൃഷ്ണൻ ഒരുപക്ഷെ ആത്മഹത്യ, അതവിടെ കാണിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സത്യഭാമ പലിശയ്ക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് നിരത്തി ഇവിടെ ഭാമയെ രക്ഷിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ലൈസൻസ് ഇല്ലാതെ ആണ് ഭാമ സ്ഥാപനമൊക്കെ നടത്തുന്നതല്ലോ, അങ്ങനെ ഒരു നടത്താനുള്ള ഇതും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ സത്യഭാമയ്ക്ക് അപ്പോൾ ഒരു തെളിവുകളൊക്കെ നിരത്തുമ്പോൾ മിക്കവാറും ജാമ്യം കിട്ടും. പിന്നീടുള്ള അന്വേഷണത്തിൽ ഒന്നും ഇല്ലാതെ വരും. അപ്പോൾ ഇനി ഈ തൊഴിലിനി ഭാമ ഇതോടുകൂടി നിർത്തുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. എന്തായാലും ഭാമയ്ക്ക് ജാമ്യം കിട്ടും. ഇനി ശാരദാമ്മ തിരിച്ചു വരുമോ ഇല്ലതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.